ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ആൻ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ഇൻസ്റ്റൻറ്റ് വെജിറ്റബിൾ ബൺ ദോശയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് വെജിറ്റബിൾ ബൺ ദോശ എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ തൈര്, ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇനി അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിനെ ഞാനിവിടെ അരച്ചെടുക്കുന്നത് കേട്ടോ. ഈ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതിനെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിനെ ഇവിടെ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മളൊരു 1/2 ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും. ഇത്രയാണ് വെജിറ്റബിൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ വെജിറ്റബിളിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെല്ലാത്തിനെയും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഒരു സൈഡിലേക്ക് ഒന്ന് കുറച്ച് ഭയങ്കര ചൂടാണ് ഇപ്പം, നമുക്കിതിനെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കുറച്ച് സമയത്തേക്ക്. ഇനി നമുക്ക് നമ്മുടെ മാവ് എടുത്ത് നോക്കാം. അതേ മാവൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ആറിയിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ വെജിറ്റബിൾ എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ മാവിലേക്ക് ഉപ്പ് ഇതേവരെയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ആ വെജിറ്റബിളും ആ മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെജിറ്റബിൾ ബൺ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓരോ കയ്യിൽ മാവ് വീതമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകം നന്നായിട്ട് വേഗത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതിനെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മറിച്ചിട്ടിട്ടും ഇതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ മൂടി വെച്ചോ മൂടി വയ്ക്കാതെയോ അടുത്ത വശം നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്കിതെല്ലാം ഇനിയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ആകുവാണെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ഏകദേശം നമ്മുടെ എല്ലാ ബൺ ദോശയും ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് 6 ബൺ ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും മാവിൽ നിന്നും വെജിറ്റബിളിൽ നിന്നും കൂടെ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബൺ ദോശ. ഇത് നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ.
ഇത് പിന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും പിന്നെ നമ്മൾ ആ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വഴറ്റി ഇതിനകത്ത് ചേർത്തേക്കണ കൊണ്ടും തന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതൊരു കറിയുടെ കൂടെയും ട്രൈ ചെയ്യാം. ഞാനിവിടെ ഇതൊരു ചമ്മന്തിയുടെ കൂട്ടത്തിലാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഈ ചമ്മന്തിയുടെ കൂടെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിയുടെ കൂടെ ഞാനിതൊന്ന് കഴിച്ചു നോക്കി, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് മീറ്റ് ചെയ്യുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.